ക്രിസ്തീയ സോദരി 2021 നവംബർ ഡിസംബർ ലക്കം ഓഡിയോ വേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡിറ്റോറിയൽ എഴുതിയത് ലൗലി ജോർജ്. ഇനിയും മാറാത്ത ദുരന്തങ്ങൾ. ദുരന്തങ്ങൾ ഇനിയും മാറിയിട്ടില്ല. ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി വരുന്ന ദുരിതങ്ങൾ. മഹാമാരി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറും മുമ്പേ മഴ ദുരിതമായി പെയ്തിറങ്ങി. കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ആർത്തലച്ച പേമാരി വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അനവധിയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഡാമുകൾ തുറന്നു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മൂലം വ്യാപകമായ നാശനഷ്ടങ്ങളും കേരളത്തെ സങ്കടക്കടലിലാക്കി. രൂക്ഷമായ മഴക്കെടുതികളിൽ എത്രയെത്ര ജീവിതങ്ങളാണ് പൊലിഞ്ഞത്. 2018 പ്രളയവും പിന്നാലെ എത്തിയ കോവിഡും മാസങ്ങളായുള്ള ഇപ്പോഴത്തെ മഴയും ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. മഴ പ്രകൃതിയുടെ വരദാനമാണെന്ന് പാഠപുസ്തകങ്ങളിൽ പഠിച്ചിരുന്നു. ഇന്ന് മഴയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. ക്രിസ്തീയ സോദരിയുടെ എഴുത്തുപുരയിൽ മഴക്കാല ഓർമ്മകൾ പങ്കുവച്ച കുട്ടികളിൽ ഒരാൾ പ്രതികരിച്ചതിങ്ങനെയാണ്: മഴക്കെടുതികളെ നേരിടുവാൻ നമ്മുടെ നാട് സജ്ജമാണ്. നാട് മുഴുവനും പ്രളയഭീതിയിൽ കഴിയുമ്പോൾ കാലം തെറ്റിയെത്തുന്ന മഴയെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും തിരിച്ചറിഞ്ഞ് വേണ്ട മുൻകരുതലുകൾ നടത്തുവാൻ നമ്മുടെ ദുരന്ത നിവാരണ സമിതികൾക്ക് കഴിയണം. കേരളത്തിലെ ജനങ്ങൾ മഴയോടൊപ്പം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയമാണ്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരളത്തിലെ ചില ജില്ലകൾ തന്നെ ഇല്ലാതാകും. കേരളവും തമിഴ്നാടും ചേർന്ന് സമാധാനപരമായ ഒരു തീരുമാനമെടുക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയറിയാൻ. എഴുതിയത് ഡോക്ടർ ഗ്രേസ് ജോൺസൺ. ശീലമാക്കാം നോ. നോ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നോ എന്ന് പറഞ്ഞുകൂടാ? യെസ് എന്ന് മാത്രമല്ല, നോ എന്ന് കൂടി കേട്ട് വളരാൻ പുതിയ തലമുറ പഠിക്കേണ്ടതല്ലേ? ജീവിതത്തിൻ്റെയും ജീവന്റെയും മൂല്യം പ്രണയം കൊണ്ട് മാത്രം അളക്കേണ്ടതാണോ? പ്രണയം പകയായി മാറുകയും അതിലൂടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മുടെ പുതുതലമുറ തരണം ചെയ്യേണ്ടത്? ഏത് ജീവിത പ്രതിസന്ധികളെയും ഇത്രയധികം വൈകാരികമായി നേരിടേണ്ടതുണ്ടോ? നോ ആരോട് പറഞ്ഞാലും പിന്നീട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നോ പറഞ്ഞ വ്യക്തിയെ പിടിച്ചു നിർത്താനോ നിർബന്ധിക്കാനോ ശ്രമിക്കരുത്. നോ എന്ന് പറയുന്നത് ഒരു നാണക്കേടുമല്ല. അതിൻ്റെ കാരണമോ സാഹചര്യമോ ഒന്നും അവിടെ പ്രധാനമല്ല. നോ പറഞ്ഞതിന് ശേഷം വിശദീകരണത്തിൻ്റെയോ മനസ്സിലാക്കലിൻ്റെയോ ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ആവശ്യമെങ്കിൽ ശബ്ദം ഉയർത്തുവാനും നാം തയ്യാറാകണം. അതിനാവശ്യമായ ധൈര്യം പ്രകടിപ്പിക്കുകയും വേണം. അരുത് എന്ന് പറയാത്ത നിരവധി ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ചില അവസരങ്ങളിൽ പറഞ്ഞിരിക്കേണ്ടതും എന്നാൽ പലപ്പോഴും പലർക്കും പറയാൻ പറ്റാതെ വന്നിട്ടുള്ളതുമായ ഒരു വാക്കാണ് നോ. ആത്മവിശ്വാസത്തോടുകൂടി യെസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഭംഗിയായി നോ എന്ന് പറയാനും ഒരാൾ പഠിച്ചിരിക്കണം. നോ പറയേണ്ടിടത്ത് കൃത്യമായി നോ പറയാൻ അറിയണം. മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമാകുമോ എന്ന് ഭയന്നും മറ്റുള്ളവരുമായി വഴക്കടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും പലരും നോ പറയാൻ മടിക്കാറുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന കാര്യം ഇതിലൂടെ നടക്കും. എന്നാൽ അതിലേറെ പ്രാധാന്യമുള്ള സ്വന്തം താല്പര്യങ്ങളാണ് അവർ വേണ്ടെന്ന് വെക്കുന്നത്. ഒരുപാട് പേർ ഇത്തരത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സ്വന്തം ഉള്ളിൽ വേദന അനുഭവിക്കുകയുമാണ്. സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒരാവശ്യത്തിനും നോ പറയാത്ത ആളുകളെയും കാണാൻ സാധിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനായി സ്വന്തം ആവശ്യങ്ങൾ നിരന്തരം ത്യജിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. അമിത വിനയം കാണിക്കാൻ പെൺകുട്ടികൾ നിർബന്ധിതരാകാറുമുണ്ട്.
അതുകൊണ്ട് തന്നെ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പെൺകുട്ടികൾ മടി കാണിക്കാറുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കരുത്തരാകേണ്ടതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് മര്യാദകേടല്ലെന്നും അവരെ ബോധ്യപ്പെടുത്തുക. സ്വന്തം ഇഷ്ടവും ആവശ്യവും തിരിച്ചറിയാനും അതിനുവേണ്ടി ശബ്ദമുയർത്താനും മക്കളെ പഠിപ്പിക്കണം. ആവശ്യഘട്ടത്തിൽ സ്വന്തം കുട്ടികളോടും നോ പറയാൻ മാതാപിതാക്കളും മടിക്കരുത്. അനേകം ന്യൂട്രീഷ്യൻസ് നൽകുന്നതിനോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ന്യൂട്രീഷൻ എൻ അഥവാ നോ പറയാനും ശീലിപ്പിക്കാം. ക്രിസ്തുമസ് യാഥാർത്ഥ്യബോധത്തോടെ എഴുതിയത് ഡന്ന സന്തോഷ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ ദേവദാരു മരങ്ങളിലെല്ലാം തൂക്കുവിളക്കുകൾ കണ്ണു ചിമ്മുന്നു, മാനത്തെ നക്ഷത്രങ്ങൾക്കൊപ്പം. വീടുകളെല്ലാം നക്ഷത്ര വിളക്കുകളും പല വർണ്ണ ലൈറ്റുകളും കൊണ്ട് അലങ്കൃതമായി. പലഹാരക്കടകളിലെല്ലാം കേക്കുകൾ നിറഞ്ഞിരിക്കുന്നു. തെരുവിലെ കടകളിൽ പല വർണ്ണത്തിലും രൂപത്തിലുമുള്ള നക്ഷത്രങ്ങൾ, കാർഡുകൾ. അതെ, വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം കൂടി വരവായി. മഞ്ഞ് പെയ്യുന്ന ധനമാസ കുളിരിൽ രാവേറെ വൈകി മുറ്റത്തൊരുക്കിയ കുഞ്ഞു കാലിത്തൊഴുത്തിൽ പിറക്കുന്ന ഉണ്ണിയേശു ആഘോഷമായി, ആർഭാടമായി നാം ക്രിസ്തുമസ് കൊണ്ടാടുമ്പോൾ ക്രിസ്തുമസിനുള്ളിലെ യഥാർത്ഥ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്റ്റസ്, മാസെ എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് എന്ന വാക്കുണ്ടായത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന ഗബ്രിയേൽ ദൂതന്റെ വന്ദന സ്വരത്തോടെ തുടങ്ങുന്ന ക്രിസ്തുമസ് ചരിത്രം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന ദൂതന്മാരുടെ പുകഴ്ചയോടെ അവസാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം അവിടെ നിന്നും തുടങ്ങുകയായി. ഗലീല പട്ടണത്തിൽ നസ്രേത്തിൽ ഉരുവായി യഹൂദിയായിലെ ബെത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ച് കാൽവറിയിലെ ക്രൂശിൽ ജീവൻ വെടിഞ്ഞ് അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാണ് ക്രിസ്തുമസിനേക്കാൾ നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷമാക്കുമ്പോൾ ക്രിസ്തു ജനിച്ചതെന്തിന്, മരിച്ചതെന്തിന്, സ്വർഗത്തിൽ ജീവനോടെ ആയിരിക്കുന്നതെന്തിന് എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല. ബൈബിൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിൻ്റെ ജനന ദിവസത്തെക്കുറിച്ച് യാതൊരു അറിവുകളും ക്രിസ്തു ചരിത്രം അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ജനന ദിവസത്തേക്കാൾ ക്രിസ്തു എന്തിന് ദൈവപുത്രനായി ഭൂമിയിലേക്ക് ആഗതനായി എന്നതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ക്രിസ്തുമസ് നാളുകളെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാനുള്ള അവസരമാക്കി. ക്രിസ്തു ജനിച്ചത് ആർക്കു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി. ഈ ഭൂമിയിൽ ജീവിച്ചത് ആർക്കു വേണ്ടി? എനിക്കു വേണ്ടി. ക്രൂശിൽ തകർക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ്? എനിക്കു വേണ്ടി. കാൽവരിയിൽ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റത് ആർക്കു വേണ്ടി? എനിക്കു വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി. ഈ ഭൂമിയിൽ വെച്ച് ജീവിതം അവസാനിച്ച് നിത്യനരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന എനിക്ക് ഈ ലോകവാസത്തിന് ശേഷം നിത്യമായ പുതുവാസ സ്ഥലം ഒരുക്കുവാൻ ഇന്നും സ്വർഗത്തിൽ വസിക്കുന്ന അങ്ങേക്ക് നന്ദി. എൻ്റെ ഉള്ളത്തിലേക്ക് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. നമ്മുടെ മനസ്സ് തുറന്ന് ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കി ആ നാഥനെ ഇപ്രകാരം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈ ക്രിസ്തുമസ് ദിനങ്ങൾ യഥാർത്ഥമായി ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിൽ ജനിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. വേദപുസ്തകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതിയത് സിസ്റ്റർ ജൂലി കുഞ്ഞുമോൻ. യോഖേബേദ്. കുരുന്നിന്റെ ചലനങ്ങൾ വീർത്ത വയറിൽ അനുഭവപ്പെട്ടപ്പോൾ ആ യുവമാതാവിൽ നെഞ്ചിടിപ്പുയർന്നു.
കാരണം മറ്റൊന്നുമല്ല, ഇസ്രായേൽ സ്ത്രീകളുടെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചേക്കരുത് എന്നാണ് ഫറവോ രാജാവിൻ്റെ ആജ്ഞ. കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. കുഞ്ഞു ജനിച്ചു. പ്രസവവേദന ശരീരമാകെ തളർത്തിയപ്പോഴും കുഞ്ഞിൻ്റെ കരച്ചിൽ കാതിൽ വന്നലച്ചപ്പോൾ അത് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്ന ആകാംക്ഷ അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ശിശുവിൻ്റെ പൊക്കിൽ കൊടി മുറിച്ച് ദേഹത്തു പറ്റിയിരുന്ന രക്തവും ഗർഭാശയ ദ്രവവും തുടച്ച ശേഷം വയറ്റാട്ടി മൗനം പാലിച്ച് കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് നൽകിയപ്പോൾ അത് ആൺകുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ വിതുമ്പി. വഴിഞ്ഞൊഴുകിയ ചുടുകണ്ണുനീർ ആ കുഞ്ഞു ശരീരത്തിലേക്ക് നനഞ്ഞിറങ്ങി. മാതൃവാത്സല്യം ഹൃദയത്തിൽ നുരഞ്ഞു പൊങ്ങുമ്പോഴും ശിശു ആൺകുഞ്ഞാണെന്ന തിരിച്ചറിവ് ജ്വലിക്കുന്ന കനലായി അവളുടെ ചുരന്ന നെഞ്ചിനുള്ളിൽ എരിഞ്ഞിറങ്ങി. മാതൃത്വം നൽകിയ മുറിവുകൾ മനസ്സും ശരീരവും തളർത്തിയ നിമിഷം. രാജകൽപ്പന അനുസരിച്ച് ജനിച്ചു വീണ ഉടനെ ആ ആൺകുഞ്ഞിനെ നിഷ്കരുണം കൊല ചെയ്യാൻ എബ്രായ സൂതികർമ്മിണികൾ ശ്രമിച്ചില്ല. അവർ ജീവദാതാവായ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. എങ്കിലും കാര്യങ്ങൾ സുരക്ഷിതമല്ല. ഇപ്രാവശ്യം ഫറവോൻ തൻ്റെ ജനങ്ങളെയാണ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. എബ്രായ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് എറിയുക. കയ്യിൽ രക്തം പുരളാതെ ശിശുഹത്യ ചെയ്യാനുള്ള മാർഗം. നൈൽ നദിയിലെ മത്സരിച്ചടുക്കുന്ന മുതലകൾ നദീജലത്തിൽ രക്തവർണം കലർത്തി ആ കൃത്യം നിർവഹിച്ചുകൊള്ളും. മാതൃത്വത്തിൻ്റെ വ്യാകുലതകൾ, കുഞ്ഞോമനയുടെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. യോഖേബേദും അവളുടെ ഭർത്താവ് അമ്രാമും അവരുടെ ആൺകുഞ്ഞിനെ ഒളിപ്പിക്കുവാൻ തീരുമാനിച്ചു. ബൈബിൾ പറയുന്നത്, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ട് രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. എബ്രായർ 11:23. യോഖേബേദ് ദൈവഭക്തിയായിരുന്നു. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിൽ ദൈവത്തിൽ ആശ്രയവും പ്രതീക്ഷയും കണ്ടെത്തിയവൾ. വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ അവൾ ഭർത്താവിനോടൊപ്പം തീരുമാനിച്ചത് അവളുടെ ദൈവഭക്തിയുടെ പ്രതിഫലനമാണ്. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾ ദൈവഭക്തി മാറ്റുരയ്ക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. അനിശ്ചിതത്വത്തിൻ്റെ മുൾമുനയിൽ ജീവിതം തങ്ങി നിൽക്കുമ്പോഴും ദൈവഭക്തി കൈവെടിയാതിരിക്കാം. യോഖേബേദ് വിശ്വാസത്താൽ ജീവിച്ചവൾ. പുറപ്പാട് പുസ്തകത്തിലെ വിവരണത്തിൽ അവനെ 3 മാസം ഒളിച്ചു വെച്ചു എന്ന് ചുരുക്കി പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനവരെ പ്രേരിപ്പിച്ചത് അവരുടെ വിശ്വാസമായിരുന്നു എന്ന് എബ്രായ ലേഖനം വ്യക്തമാക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസം ഉള്ളവരായിരിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസം പ്രകടമാകുന്നത്. യോഖേബേദ് ചിന്തിക്കുന്നവൾ ആയിരുന്നു. മകനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു പ്രവർത്തന പദ്ധതി അവൾ ആസൂത്രണം ചെയ്തു. കലങ്ങിയ മനസ്സോടെ തെളിവായി ചിന്തിക്കുക ദുഷ്കരമാണ്. വ്യാകുല ചിന്ത മനസ്സിൻ്റെ ഏകാഗ്രത കുറയ്ക്കുന്നു. എന്നാൽ ദൃഢമായ ശുഭാപ്തി വിശ്വാസം വ്യാകുല ചിന്തയെ ലഘൂകരിക്കുകയും വ്യക്തമായ ചിന്ത സാധ്യമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പേടകം ഉണ്ടാക്കി കുഞ്ഞിനെ അതിൽ അടച്ച് രാജകുമാരിയുടെ ശ്രദ്ധയിൽപ്പെടാവുന്ന ഒരു സ്ഥാനത്ത് നൈൽ നദിയിൽ ഞാങ്ങണകളുടെ ഇടയിൽ നിക്ഷേപിക്കുവാൻ യോഖേബേദ് തീരുമാനിക്കുന്നു. വിശ്വാസത്താൽ വ്യാകുല ചിന്തകളെ അതിജീവിച്ച് വ്യക്തതയോടെ ചിന്തിച്ച് പ്രവർത്തന പദ്ധതികൾ എല്ലാ വിശദാംശങ്ങളോടും കൂടെ ആസൂത്രണം ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. യോഖേബേദ് വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നവൾ ആയിരുന്നു. നിശ്ചിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് അവൾ പ്രവർത്തന നിരതയായി. ഒരു പേടകമുണ്ടാക്കി സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തു. പേടകം നദിയിൽ നിക്ഷേപിച്ചു. നിരാശയിൽ മുഖം താഴ്ത്തി എല്ലാം അനുകൂലമാകുമോ എന്ന് ആശങ്കപ്പെടുന്നതല്ല വിശ്വാസം. ദൈവം എല്ലാം ശുഭകരമാക്കി തീർക്കുമെന്ന ഉറപ്പോടെ കർമ്മനിരതമാകുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. യോഖേബേദ് ആത്മനിയന്ത്രണമുള്ളവൾ ആയിരുന്നു. ശിശുവിന് പാൽ നൽകി പാലിക്കേണ്ടതിന് തയ്യാറായി വരുന്ന എബ്രായ സ്ത്രീയായി രാജകുമാരിയുടെ അടുക്കൽ എത്തിയപ്പോഴും കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് ശമ്പളം പറഞ്ഞൊക്കുമ്പോഴും തുടിക്കുന്ന ഹൃദയത്തോടെ സ്വന്തം കുഞ്ഞിനെ കൈകളിൽ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ആത്മനിയന്ത്രണം അവൾ വെടിഞ്ഞില്ല. ഒരുപക്ഷെ ആത്മനിയന്ത്രണമില്ലാത്ത ഒരു വാക്കോ ഭാവപ്രകടനമോ ആ കുഞ്ഞിൻ്റെ ജീവനെ അപകടത്തിലാക്കുമായിരുന്നു. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ മതിലുകൾ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്നാണ് ശലോമോൻ എഴുതിയിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച്
എഴുതുന്നിടത്ത് പൗലോസ് സമാധാനം, ദീർഘക്ഷമ, സൗമ്യതയും ഇന്ദ്രിയജയവും എടുത്തു പറയുമ്പോൾ ആത്മസംയമനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. യോഖേബേദ് മക്കളെ ദൈവഭക്തി പഠിപ്പിച്ചു. മോശയുടെ ശൈശവകാലം യോഖേബേദിനൊപ്പമായിരുന്നു. പിന്നീട് അവൻ രാജകുമാരിയുടെ മകനായി വളർന്നത് രാജധാനിയിൽ ആയിരുന്നു. ദീർഘമായ വർഷങ്ങൾ 40 വയസ്സുവരെ മോശെ രാജധാനിയിൽ വളർന്നെങ്കിലും രാജധാനി ഉപേക്ഷിച്ച് ഓടിപ്പോയതിനെക്കുറിച്ച് വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ എന്നത് ശ്രദ്ധിക്കുക. ആരാണ് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ മോശയുടെ മനസ്സിൽ പതിച്ചു നൽകിയത്? യോഖേബേദ് എന്ന ഭക്തയായ ആ മഹതിയായിരുന്നു എന്നാണ് കരുതേണ്ടത്. ഏത് കാലഘട്ടത്തിലുമുള്ള ഭക്തകൾക്ക് അനുകരണീയ മാതൃകയായി യോഖേബേദ് എന്ന മഹിളാരത്നം ബൈബിളിൽ പ്രഭ പരത്തുന്നു. സൂര്യൻ അത്യുജ്വല പ്രഭയോടെ കത്തിജ്വലിച്ചു നിൽക്കുന്നു. വെള്ളിമേഘങ്ങൾ മെനഞ്ഞെടുത്ത വിവിധ രൂപങ്ങളാൽ നീലാകാശം അലങ്കൃതമായിരിക്കുന്നു. വയലേലകളിൽ വേല ചെയ്യുന്നവർ സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ വൃക്ഷത്തണലുകൾ തേടി പലായനം ചെയ്യുന്നു. പച്ചപ്പരവതാനി വിരിച്ച കുന്നിൻപുറവും കുണുങ്ങി ഒഴുകുന്ന കാട്ടരുവിയും വരമ്പുകളാൽ കളങ്ങൾ തീർത്ത വയലുകളും കുഞ്ഞിളം കാറ്റിൽ ആനന്ദ നൃത്തമാടുന്ന യവക്കതിരുകളും നെൽക്കതിരുകളും കൊണ്ട് നിറഞ്ഞ ആ ഭൂപ്രദേശം പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരവിരുതിൻ്റെ ഒരു സാക്ഷ്യപത്രം തന്നെ. അകലെ ഒരു മരച്ചുവട്ടിൽ ഒരു ചെറുബാലനിരിക്കുന്നു. അതികോമളനായ അവൻ്റെ മുഖം വെയിലേറ്റ് പവിഴ നിറമായിരിക്കുന്നു. അഭൗമികമായ ഒരു ചൈതന്യം അവൻ്റെ മുഖത്ത് മിന്നി വിളയുന്നുണ്ട്. കയ്യിലിരിക്കുന്ന കിന്നരത്തിൻ്റെ തന്ത്രികളിൽ അവൻ മൃദുവായി വിരലോടിക്കുന്നു. ആ കിന്നരം അവൻ്റെ ജീവൻ്റെ ജീവനാണ്. കിന്നര വായനയിൽ അവനോളം മിടുക്കൻ അവൻ്റെ ഗ്രാമത്തിൽ ആരുമില്ല. അവൻ്റെ കിന്നരത്തിൻ്റെ തന്ത്രികളിൽ നിന്നും ഉതിർന്നു വീഴുന്ന സ്വർഗീയ സംഗീതം വേനലിൽ ഒരു കുളിൽ തെന്നലായും മരം കോച്ചും തണുപ്പിൽ സിരകളിൽ നീരാവിയായും താളം തെറ്റുന്ന മനസ്സുകൾക്ക് സാന്ത്വനമായും പരിണമിക്കുന്നു. അരികിൽ ഒരു വളഞ്ഞ ദണ്ടും ഒരു കോലും ചാരി വച്ചിരിക്കുന്നു. ദൂരെ കുന്നിൻ ചെരുവിൽ ഒരു പറ്റം ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള അവ ആ കുന്നിൻ പുറത്തിനൊരു അലങ്കാരം തന്നെയായിരിക്കുന്നു. ഇടയ്ക്കിടെ ഓരോരുത്തരായി തലയുയർത്തി തങ്ങളുടെ ഇടയൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നുമുണ്ട്. ബാലൻ തൻ്റെ കയ്യിലിരുന്ന കിന്നരത്തിൽ ഒരു ശ്രുതി മീട്ടി. പൊടുന്നനെ ആടുകൾ ഒന്നടങ്കം തീറ്റ നിർത്തി വീജികൾ കേട്ട ഇടത്തേക്ക് ഓടി വന്നു. എല്ലാവരും വന്നു എന്നുറപ്പായപ്പോൾ അവൻ തൻ്റെ പൊന്നോമനകളെ അടുത്തുള്ള അരുവിയിലേക്ക് ആനയിച്ചു. ദാഹാർത്തരായ അവൻ്റെ അജഗണങ്ങൾ ആർത്തിയോടെ അരുവിയിലിറങ്ങി വെള്ളം കുടിക്കുന്നത് കണ്ട് അവനൊരു പാറയുടെ മുകളിൽ കയറിയിരുന്നു. തൻ്റെ കിന്നരമെടുത്ത് ശ്രുതിമധുരമായ ഒരു ഗാനം ആലപിച്ചു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. അവൻ്റെ കിന്നരത്തിൽ നിന്നും ഉതിർന്നു വീണ ശബ്ദവീജികൾ ആ വനപ്രദേശത്തെ പുളകമണിയിച്ചു. തെന്നിളം കാറ്റിൽ ഇല്ലിമുളം കാടുകൾ ചില്ലകളാട്ടി ഏറ്റുപാടി. പറവകൾ കളകളാരവം മുഴക്കി. ആ കുന്നിൻപുറം ദൈവ തേജസ്സാൽ നിറഞ്ഞു. അവൻ്റെ ആട്ടിൻകൂട്ടം ദാഹം തീർത്ത് കയറി വന്നു. കുസൃതിക്കുട്ടന്മാർ തുള്ളിച്ചാടി തള്ളയാളുകളുടെ പുറകെ തിമിർത്തു നടന്നു. അവൻ അവയെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തണലിലേക്ക് ആനയിച്ചു. ഇനി വിശ്രമമാണ്. ആടുകൾ അങ്ങിങ്ങായി കൂട്ടം കൂടി കിടന്ന് അയവിറക്കുവാൻ തുടങ്ങി. കുഞ്ഞാടുകൾ അവൻ്റെ മടിയിൽ കയറി കിടക്കുവാൻ മത്സരിക്കുന്നു. അവൻ അവകളെ 2 വശങ്ങളുമായി കിടത്തി മൃദുവായി അവയുടെ പുറത്ത് മെല്ലെ തലോടി. കുഞ്ഞാടുകൾ പതിയെ കണ്ണുകൾ പൂട്ടി അവൻ്റെ മേനിയോടി ചാഞ്ഞിക്കിടന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. വെയിലിൻ്റെ തീവ്രത അല്പം താണു. അവൻ തൻ്റെ കിന്നരത്തിൽ ഒരു ശ്രുതി മീട്ടി. ആടുകൾ ചാടി എഴുന്നേറ്റു തീറ്റ തേടുവാൻ പുൽമേട്ടിലേക്ക് ഇറങ്ങി. മടിയിൽ മയങ്ങിക്കിടന്ന കുഞ്ഞാടുകളെ അവൻ തള്ളയാടുകളുടെ അടുത്തേക്ക് വിട്ടു. അവൻ തനിയെ ശേഷിച്ചു. തണുത്ത ഒരു ഇളം തന്നൽ അവനെ തഴുകി കടന്നുപോയി. ആ വൃക്ഷത്തിന്മേൽ അവൻ ചാരിയിരുന്നു. അത്യുഷ്ണത്താൽ ക്ഷീണിച്ച അവൻ്റെ നേത്രങ്ങൾ താനെ അടഞ്ഞുപോയി. മേ തൻ്റെ അരുമയായ കുഞ്ഞാടുകളിൽ ഒന്നിൻ്റെ ദീനമായ നിലവിളി കേട്ടവൻ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ ഭീമാകാരനായ ഒരു കരടിയുടെ കയ്യിൽ കിടന്ന്
തൻ്റെ കുഞ്ഞാട് പിടയുന്നു. ഒരു നിമിഷം അവൻ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് തൻ്റെ ഇടയദണ്ഡുമായി കരടിയുടെ നേർക്ക് ചാടി വീണു. കരടി ആട്ടിൻകുട്ടിയെയും കൊണ്ട് മുന്നോട്ട് കുതിച്ചു. കരടിയുടെ വായിൽ കുടുങ്ങിയ കുഞ്ഞാട് പ്രാണവേദനയോട് നിലവിളിച്ചുകൊണ്ടിരുന്നു. ആട്ടിൻകൂട്ടം ഭയത്തോടെ ദൂരെ മാറി നിന്നു. തള്ളയാടുകളുടെ അലമുറ കുന്നിൻ ചെരുവിൽ തട്ടി പ്രതിധ്വനിച്ചു. ബാലൻ സർവ്വശക്തിയുമെടുത്ത് ഇടയതൊണ്ടുകൊണ്ട് കരടിയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു. അടിയേറ്റ കരടി വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ താഴെയിട്ടു. അത് ഓടി തള്ളയുടെ അടുത്തെത്തി. തള്ളയാട് കുട്ടിയുടെ രക്തം പുരണ്ട ശരീരം നക്കി തുടച്ചു. ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെട്ട കരടി ബാലൻ്റെ നേർക്ക് തിരിഞ്ഞു. പിന്നെ അവിടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടന്നത്. കരടിയുടെ കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട് അവൻ്റെ ഇളം മേനിയിൽ നിന്നും നിണം വാർന്നൊഴുകി. ഒടുവിൽ അവൻ ആ ദുഷ്ടമൃഗത്തിൻ്റെ വായ് രണ്ടായി പിളർന്നു. അതിനെ തറയിൽ അടിച്ചു കൊന്നു. കരടിയുടെ അനക്കമറ്റു എന്നുറപ്പായപ്പോൾ ആടുകൾ അവൻ്റെ അടുക്കൽ ഓടിയെത്തി. അവൻ അരുവിയിലിറങ്ങി രക്തം കഴുകിക്കളഞ്ഞു. തൻ്റെ അജഗണങ്ങളുടെ അടുത്തെത്തി. മുറിവേറ്റ കുഞ്ഞാടിനെ എടുത്ത് മടിയിലിരുത്തി അതിൻ്റെ പുറത്ത് മെല്ലെ തലോടി. മറ്റുള്ള ആടുകൾ നന്ദിയോടെ തങ്ങളുടെ ഇടയനെ നോക്കി നിന്നു. സൂര്യൻ അസ്തമിക്കാറായി. പറവകൾ തങ്ങളുടെ കൂടുകൾ ചേക്കേറുന്ന സമയം. കർഷകർ മുഴിഞ്ഞ വേഷവുമായി കൂരകൾ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു. ബാലൻ കിന്നരവും എടുത്ത് മനോഹരമായ ഒരു സ്തോത്രഗാനം ആലപിച്ചു മുന്നോട്ട് നടന്നു. അവൻ്റെ അജഗണങ്ങൾ അഭിമാനപൂർവ്വം ചാടിയും തുള്ളിയും കൊണ്ട് അവനെ അനുഗമിച്ചു. ഇനി ആലയിലേക്കാണ്. തൻ്റെ അരുമയായ കുഞ്ഞാടിനെ ആ ദുഷ്ടമൃഗത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ച ഈ നല്ലിടയനെ പോലെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ തൻ്റെ സ്വന്തം ജീവൻ തന്നെ കാൽവരി ക്രൂശിൽ ബലിയായി നൽകിയ നല്ലിടയനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ നല്ലിടയൻ്റെ കുഞ്ഞാടുകളായിരിക്കുന്നത് എത്ര ഭാഗ്യമാണല്ലേ! അവിടുത്തെ വചനമായ കിണറ്റിൽ നിന്നും ഒഴുകി വരുന്ന ശ്രുതിമധുരമായ സംഗീതം ശ്രവിച്ച് അവൻ നയിക്കുന്ന പാതയിൽ നമുക്ക് അവനെ അനുഗമിക്കാം. അസാധാരണമായ ജീവിതാനുഭവങ്ങളുടെ കഥ പറയുകയാണ് സിസ്റ്റർ ടെഫില്ല മാത്യു. ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ തൃപ്തരല്ലാത്തവരും ഇല്ലാത്തതിനെ ചൊല്ലി പരിഭവിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ജീവിതത്തിൻ്റെ പരുപരുത്ത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അത് ദൈവനിയോഗമായി തിരിച്ചറിയുകയും അവയെ പ്രവൃത്തി പഥത്തിലെത്തിക്കുവാൻ കർമ്മോത്സുകയായി നിൽക്കുന്ന സഹോദരിയോട് സംസാരിക്കുന്നു. ടെഫില്ല മാത്യു. ടെഫില്ല എന്നത് ഒരു എബ്രായ പദമാണ്. പേരിന് പിന്നിൽ ഒരു ചരിത്രമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് 1.5 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ പപ്പയും മമ്മിയും ബൈബിൾ ട്രാൻസ്ലേഷൻ പഠിക്കുവാൻ ലണ്ടനിലേക്ക് പോയത്. അവിടെ ചെന്ന് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വീടുകൾ തോറും വന്ന് കുഞ്ഞുങ്ങളെ ചെക്കപ്പ് ചെയ്യുന്ന നേഴ്സ് എൻ്റെ ഡൈപ്പറിൽ ഒരു ചെറിയ ബ്ലഡ് സ്റ്റെയിൻ കണ്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഡോക്ടേഴ്സ് എൻ്റെ യൂട്രസിൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു ട്യൂമർ കണ്ടുപിടിച്ചു. എൻ്റെ പപ്പയോട് പറഞ്ഞു, ഇത്രയും ചെറിയ കുഞ്ഞിന് ഇങ്ങനെ ഒരു ട്യൂമർ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും. ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിന് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പരീക്ഷിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് പപ്പയിൽ നിന്നും അവർ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. 44 വർഷം മുമ്പുള്ള കാര്യമാണിത്. ഒരു വശത്ത് ചികിത്സ പുരോഗമിക്കവേ മറുവശത്ത് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ പഠിക്കുന്നവർ 140 രാജ്യങ്ങളിൽ നിന്നുള്ള 400 പേർ എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. യാക്കോബ് 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി സഭയിലുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 40 ദിവസം റേഡിയേഷനും 1 വർഷത്തോളം കീമോയും കഴിഞ്ഞ് ഡോക്ടേഴ്സ് എന്നെ എൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇത് തീർച്ചയായും അത്ഭുതം തന്നെയാണ് എന്ന്. പ്രാർത്ഥനയുടെ ഫലമായി എന്നെ തിരികെ ലഭിച്ചത് നിമിത്തം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ടെഫില്ല എന്ന് പേരിട്ടു. അതിനു മുമ്പ് എൻ്റെ പേര് നവോമി എന്നായിരുന്നു. ടെഫില്ല എന്ന എബ്രായ പദത്തിന് പ്രാർത്ഥന എന്നർത്ഥം. വളർന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കാമോ? ഒരു സുവിശേഷ കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ പപ്പയുടെ പേര് മാത്യു പോൾ എന്നാണ്. മമ്മിയുടെ പേര് ജോയ്സ് പോൾ, എമ്മി ചെറിയാൻ സാറിൻ്റെ മകൾ.
പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പപ്പ 12 ബൈബിൾ കോളേജുകളിൽ പഠിച്ചു. ലിംഗ്വിസ്റ്റിക് കോഴ്സ് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ CSI സെമിനാരിയിലും ബൈബിൾ സൊസൈറ്റിയിലും പപ്പയെ ജോലിക്ക് വിളിച്ചിരുന്നു. എന്നാൽ ദൈവം വിളിച്ചത് ബൈബിൾ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് നീലഗിരിയിലുള്ള ആലു കുറുംബാസ് എന്ന ട്രൈബൽസിന് വേണ്ടി ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഞങ്ങൾ നീലഗിരിയിലെത്തി. എനിക്ക് താഴെയുള്ള എൻ്റെ സഹോദരനും സഹോദരിമാരെല്ലാം ജനിച്ചത് അവിടെ വെച്ചാണ്. ഞങ്ങൾ 5 മക്കളും അവിടെയാണ് വളർന്നത്. പപ്പ അവരുടെ ഭാഷ പഠിച്ചു. 12 വർഷങ്ങൾ അവരോടൊപ്പമായിരുന്നു. അങ്ങനെയിരിക്കെ പപ്പയുടെ കാലുകൾ സ്തംഭിച്ചു തുടങ്ങി. മൂത്ത സഹോദരൻ 10ാം ക്ലാസ്സിലും ഇളയ സഹോദരി 1ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. പപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി മമ്മി കേരളത്തിൽ പോയപ്പോൾ മമ്മി നടത്തിക്കൊണ്ടിരുന്ന സ്കൂളിൻ്റെയും ഞങ്ങളുടെ വീട്ടിൽ വളർന്നുകൊണ്ടിരുന്ന കുട്ടികളുടെയും ഉത്തരവാദിത്വം എനിക്കായിരുന്നു. അങ്ങനെ ആ വർഷം എനിക്ക് പഠനം തുടരുവാൻ സാധിച്ചില്ല. ഒരു അങ്കിളും ആൻറ്റിയും എൻ്റെ സഹായത്തിനുണ്ടായിരുന്നു. എന്നാലും LKG മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചതും പരീക്ഷ നടത്തിയതും ഞാനായിരുന്നു. നീലഗിരിയിലെ കാലാവസ്ഥ പപ്പയുടെ ശാരീരിക സ്ഥിതിക്ക് അനുകൂലമല്ലാതിരുന്നതിനാൽ അടുത്ത വർഷം ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് താമസം മാറി. എൻ്റെ പഠനവും തുടർന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ വളർന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അവിടെ വാടക വീടുകളിൽ മാറി മാറി താമസിച്ചിരുന്ന ഞങ്ങൾക്ക് ദൈവം സ്വന്തമായി ഒരു വീട് തന്നു. ആ വീട്ടിൽ വെച്ചായിരുന്നു എൻ്റെ സഹോദരങ്ങളുടെ വിവാഹം നടന്നത്. എൻ്റെ 12ാമത്തെ വയസ്സിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. 14ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. ചേച്ചിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണല്ലോ ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ഈ 44 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് 5-10 വയസ്സുള്ളപ്പോൾ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. അപ്പോഴൊന്നും ക്യാൻസർ എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ വീണ്ടും ആശുപത്രിയിൽ പോയിരുന്നു. അതുവരെയും എനിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. ഹോർമോൺ, സ്റ്റീറോയിഡ് തുടങ്ങിയ ചികിത്സാ രീതികൾ തുടർച്ചയായി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ചികിത്സ തുടങ്ങിയെങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അത് നിർത്തി. ദൈവം എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് മതിയെന്ന് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചു. ആ വർഷം ഞാൻ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു. എല്ലാവരെയും പോലെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാകും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? യൂട്രസിന് വളർച്ചയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എന്നാൽ ഒരിക്കൽ എനിക്ക് അല്പം ദുഃഖമുളവാക്കുന്ന സാഹചര്യമുണ്ടായി. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അധ്യാപകൻ നിനക്ക് ഭർത്താവും മക്കളും ഉണ്ടാവുകയില്ല എന്ന് തമാശയായി പറയുകയുണ്ടായി. തമാശയാണെങ്കിലും അതെന്നെ ഏറെ വേദനിപ്പിച്ചു. ഞാൻ മുൻപേ ഒരു തീരുമാനമെടുത്തിരുന്നു, എനിക്ക് അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുടെ അമ്മയായി തീരണമെന്ന്. ക്ലാസ്സിലെ ഈ സംഭവം എന്നെ കുറെ കൂടെ ധൈര്യശാലിയാക്കി. അങ്ങനെ ചേച്ചി ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു അല്ലേ? ഈ വിവാഹിതരല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുവാനായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ചേച്ചി എങ്ങനെയാണ് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തത്? എനിക്കൊരു അമ്മയാകാൻ കഴിയില്ലെന്ന കാര്യം ഒരു വലിയ വെല്ലുവിളിയായി എടുത്തു. അമ്മയും അപ്പനും ഇല്ലാത്ത മക്കൾക്ക് ഒരമ്മയായി തീരണമെന്ന് ഞാൻ തീരുമാനിച്ചു. 18 വയസ്സ് മുതലേ എൻ്റെ ഈ താല്പര്യം ഞാൻ പലരോടും പറഞ്ഞിരുന്നു. വീട്ടിലുള്ളവരും എന്നെ അനുകൂലിച്ചിരുന്നു. അങ്ങനെ ഷിബു ജോസ് അങ്കിൾ, അവിടെ ഒരു ആശ്രമത്തിൽ ഒരു കുഞ്ഞുണ്ട്, അതിനെ വളർത്തുവാൻ മോൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 5 മാസം മാത്രം പ്രായമുള്ള ഒരാൺകുട്ടിയായിരുന്നു അത്. ജനിച്ച ദിവസം തന്നെ അമ്മ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോയ കുഞ്ഞായിരുന്നു അവൻ. പെൺകുട്ടികളുടെ ആശ്രമത്തിൽ 5 മാസം വളർന്ന ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കുവാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്നതും അവനെ ഞങ്ങൾക്ക് കിട്ടിയതും. അവന് ഞങ്ങൾ ബസലേൽ റൂഫസ് എന്ന് പേരിട്ടു. ഇപ്പോൾ അവന് 19 വയസ്സുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുവാൻ സാധിക്കില്ല
അതുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതുവഴിയാണ് മോനെ ഞാൻ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതിനോടകം ധാരാളം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. അതെ, ഞാൻ പറഞ്ഞല്ലോ പപ്പയുടെ കാലുകൾ സ്തംഭിച്ചു പോയതിനെക്കുറിച്ച്. അതുകൂടാതെ അപ്രതീക്ഷിതമായി കുടുംബത്തിൽ 3 മരണങ്ങൾ ഉണ്ടായി. ഞങ്ങൾ നീലഗിരിയിലായിരുന്ന സമയം ക്യാൻസറിൽ നിന്നും രക്ഷപ്പെട്ട ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അനുജത്തി, അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ പനി വന്നു മരിച്ചു. 2010 മമ്മി നിത്യതയിൽ ചേർന്നു. വീട്ടിലെ കാര്യങ്ങളിലും പപ്പയോടൊപ്പമുള്ള ആത്മീയ ശുശ്രൂഷ രംഗങ്ങളിലും മമ്മി സജീവമായിരുന്നു. പപ്പയ്ക്ക് ശാരീരിക ക്ഷീണം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മമ്മിയുടെ ശ്രദ്ധ ഉണ്ടായിരുന്നു. അമ്മയുടെ മരണശേഷം എൻ്റെ അനിയത്തിമാർക്ക് ഞാനായിരുന്നു എല്ലാം. എൻ്റെ അനിയത്തിമാരുടെ പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്ക് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. പിന്നെ 2018 ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയത്തി ടിജിയുടെ മരണം. അവൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ക്യാൻസറിൽ നിന്നും അവൾ സുഖം പ്രാപിച്ചു വരികയായിരുന്നു. അപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടാവുകയും അതേ തുടർന്ന് അവൾ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങളുടെ പെറ്റായി വളർന്ന ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയുടെ വേർപാട് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇപ്പോൾ അക്യുപഞ്ചർ മേഖലയിൽ പ്രവർത്തിക്കുകയാണല്ലോ. എങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് എത്താനുണ്ടായ ആ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞങ്ങൾ കോയമ്പത്തൂരിലായിരുന്നപ്പോഴാണ് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നത്. അവിടെ വെച്ച് എനിക്ക് ബൈക്ക് അപകടം ഉണ്ടായി. അവിടെയും ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ബൈക്ക് അപകടത്തിന് ശേഷം 1 വർഷമായപ്പോൾ എനിക്ക് ശരീരത്തിൽ കഠിനമായ വേദന തുടങ്ങി. അപ്പോൾ ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലായിരുന്നു പപ്പയുടെ ചികിത്സ. അവിടേക്ക് എന്നെയും കൊണ്ടുപോയി. എന്നിട്ടും വേദന കുറയാതിരുന്നതുകൊണ്ട് എന്നെ തിരുവല്ല TMM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. പല ടെസ്റ്റുകൾ നടത്തി. ഈ വേദനകൾക്കിടയിലും പുഞ്ചിരിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഡോക്ടർ ഉമേഷിന്റെ നിർദ്ദേശപ്രകാരം ചില ടെസ്റ്റുകൾ നടത്തി. ബോംബെയിൽ നടത്തിയ ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നു. എനിക്ക് ബോൺ TB ആണെന്ന് അറിഞ്ഞു. കീമോയും റേഡിയേഷനും എടുത്തിട്ടുള്ളവർക്ക് അപൂർവമായി സംഭവിക്കുന്ന ഒരു രോഗമാണിത്. കീമോയും റേഡിയേഷനും എടുത്തിട്ടുള്ളവർ 40 വയസ്സ് വരെ ജീവിച്ചത് ഒരു അത്ഭുതം തന്നെയാണ്. 6 മാസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ 1 മാസം മുഴുവനും ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ആ മെഡിസിൻ കിട്ടുവാൻ വളരെ പ്രയാസമായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് ആ മരുന്നും എനിക്ക് ലഭിച്ചു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് മരുന്നുകളാണ്. അതിൽ നിന്നും സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചികിത്സാ രീതിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് എന്നെ അക്യുപഞ്ചറിൽ കൊണ്ടെത്തിച്ചത്. അങ്ങനെ അക്യുപഞ്ചർ എടുക്കാൻ തുടങ്ങി. അക്യുപഞ്ചർ എടുക്കാൻ പേഷ്യൻ്റായി അവിടെ എത്തിയ ഞാൻ ഒരു സ്റ്റുഡൻ്റായി, ചികിത്സകയായി മാസ്റ്റർ ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ എടുത്ത് എറണാകുളത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അസാധാരണത്വം നിറഞ്ഞ ഈ ജീവിതയാത്രക്കിടയിൽ വിദ്യാഭ്യാസം ചേച്ചിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ ജീവിതം? എല്ലാം ദൈവത്തിൻ്റെ കൃപ. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ മിക്ക ക്ലാസ്സുകളിലും സ്കൂളിൽ പോകാതെയാണ് പഠിച്ചത്. BSc മാത്സ്, PGDCA, ഡിപ്ലോമ ഇൻ ഇൻഡോ അലോപ്പതി, ഈ കോഴ്സുകൾ ഞാൻ ചെന്നൈയിലും കോയമ്പത്തൂരിലുമാണ് ചെയ്തത്. മാസ്റ്റർ ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ കേരളത്തിൽ വന്നതിന് ശേഷവും പത്തനംതിട്ട ബ്രദറിൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹോദരിമാർക്കായി ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ മാസ്റ്റർ ഓഫ് ബിബ്ലിക്കൽ സ്റ്റഡീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം വേറെ ചില ബൈബിൾ കോഴ്സുകളും ചെയ്യുന്നു. ഇതിൽ ഇൻഡോ അലോപ്പതി ഞാൻ പഠിച്ചത് മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. ആശുപത്രി സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഇൻഡോ അലോപ്പതി. ചേച്ചിയുമായി സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജോനി എറിക്സൺ ടാഡയുടെ ജീവിതകഥയാണ്. ഉയരങ്ങൾ മാത്രം സ്വപ്നം കണ്ട ജോനിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നേരിട്ട ദുരന്തം ഒടുക്കം അവരെ കൊണ്ടെത്തിച്ചത് ഒരു വീൽ ചെയറിലാണ്. പക്ഷെ അവർ വിവാഹിതയായി
ഇപ്പോൾ ജോനി ആൻഡ് ഫ്രണ്ട്സ് എന്ന പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നു. ചേച്ചിക്കും ഒരു വിവാഹ ജീവിതമായി കൂടെ? ഇല്ല, അത്തരം ചിന്തകൾ പോലും എനിക്കില്ല എന്ന് പറയുന്നതാവും ശരി. എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നെ വിവാഹം കഴിക്കുവാൻ തയ്യാറായിട്ടുള്ളവരുടെ ധാരാളം വിവാഹാലോചനകൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വിവാഹ ജീവിതം വേണ്ട എന്ന് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചതാണ്. എനിക്ക് ഒരു മോനുണ്ട്. അവനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയില്ലാത്ത അനേകം കുഞ്ഞുങ്ങൾക്ക് അമ്മയാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയുള്ള മനസ്സോടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ പെരുമ്പാവൂരിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അതിന് ഞാൻ പഠിച്ച ഇൻഡോ അലോപ്പതിയും അക്യുപഞ്ചറും ബൈബിൾ കോഴ്സുകളും എനിക്കേറെ പ്രയോജനപ്പെടും. കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കളുടെ ഹൃദയവേദനയേക്കാൾ വലുതാണ് മാതാപിതാക്കളില്ലാത്ത കുട്ടികളുടെ സങ്കടം. എങ്ങോട്ടും പോകാൻ കഴിയാതെ, ആരും ഏറ്റെടുക്കാനില്ലാതെ ഒറ്റപ്പെടലിന്റെ ദുരനുഭവം നേരിടുന്ന കുഞ്ഞുങ്ങൾ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും പീഡനങ്ങൾ ഏൽക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ്. അനാഥത്വം പേർന്ന കുരുന്നുകൾ കാത്തിരിക്കുന്നത് തങ്ങളെ തേടിയെത്തുന്നവരെയാണ്. ഓരോ കാൽപ്പെരുമാറ്റവും അവരിൽ പ്രതീക്ഷയുളവാക്കുന്നു. ആരും കരുതാനും സ്നേഹിക്കാനും ഇല്ലാത്ത കുരുന്നുകളെ സംരക്ഷിക്കുവാനും അവരെ പുനരധിവസിപ്പിക്കുവാനുമുള്ള സിസ്റ്റർ ടെഫില്ല മാത്യുവിൻ്റെ സമർപ്പണം സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സോദരിയുടെ ആശംസകളും. ஆதியிலே தேவன் வானத்தையும் பூமியையும் சமுத்திரத்தையும் செடி கொடிகளையும் விலங்குகளையும் இறுதியாக மனிதனையும் படைத்தார். படைத்தவற்றில் மனிதனை தவிர வேறு எதுவும் தேவ சாயலாக படைக்கப்படவில்லை. ஆதியாகமம் 1:26 தேவனுடைய தீர்மானமாக நமது சாயலாகவும் நமது ரூபத்தின்படியேயும் மனுஷனை உண்டாக்குவோமாக என்று கூறப்பட்டுள்ளது. 27 தேவன் தம்முடைய சாயலாக மனுஷனை சிருஷ்டித்தார். அவனை தேவ சாயலாகவே சிருஷ்டித்தார். ஆணும் பெண்ணுமாக அவர்களை சிருஷ்டித்தார் என்று காண்கிறோம். தேவ சாயல் என்றால் என்ன? தேவ சாயலாய் மனிதன் மாத்திரமே படைக்கப்பட்டதால் அந்த சாயலின் குணங்கள் மனிதன் தவிர வேறு எந்த சிருஷ்டிக்கும் காணப்படாது. தேவ சாயலை குறிக்கும் 3 காரியங்களை நாம் வேதத்தில் காணலாம். முதலாவது ஆளுமை. ஆதியாகமம் 1:26 இவ்வாறாக வாசிக்கிறோம்: அவர்கள் சமுத்திரத்தின் மச்சங்களையும் ஆகாயத்து பறவைகளையும் மிருக ஜீவன்களையும் பூமி அனைத்தையும் பூமியின் மேல் ஊறும் சகல பிராணிகளையும் ஆளக்கடவர்கள் என்று வாசிக்கிறோம். தேவனுடைய தன்மை அல்லது குணாதிசயமான ஆளுமை நமக்கு கொடுக்கப்பட்டுள்ளது. 2வது புத்தி. 3வது ஞானம். நீதிமொழிகள் 3:19 இவ்வாறு வாசிக்கிறோம்: கர்த்தர் ஞானத்தினாலே பூமியை அஸ்திபாரப்படுத்தி புத்தியினாலே வானங்களை ஸ்தாபித்தார். அதே ஞானம், புத்தி நம்மிடம் கொடுத்திருப்பதை யோபு 35:10 இவ்வாறாக வாசிக்கிறோம்: பூமியின் மிருகங்களை பார்க்கிலும் எங்களை புத்திமான்களும் ஆகாயத்து பறவைகளை பார்க்கிலும் எங்களை ஞானவான்களும் ஆக்கி. வேறு எந்த சிருஷ்டிக்கும் இல்லாத ஞானமும் புத்தியும் தேவ சாயல் மூலமாய் நாம் பெற்றிருக்கிறோம். தேவ சாயலை இழந்தோம். ஆளுமை, புத்தி, ஞானம் ஆகியவற்றோடு தேவ சாயலாக படைக்கப்பட்ட ஆதாமும் ஏவாளும் தங்கள் தேவ சாயலை உணராதவர்களாக புத்தியை தெளிவிக்கிற விருட்சம் என்று ஏவாள் கண்டு புசித்து புத்தியற்றவர்களானார்கள். அவர்களுக்குள் தேவன் தந்த புத்தியை கெடுத்து போட்டார்கள். அவருக்குள்ளே அன்றி வேறு எங்கும் புத்தியும் ஞானமும் நமக்கு இல்லை. இழந்ததை மீட்டு தந்த நம் தேவன். தேவ சாயலாக படைக்கப்பட்ட நம்மை தவிர வேறு எந்த சிருஷ்டியும் பாவத்தில் விழவில்லை. சிலுவை மரணத்தின் மூலமாக நம் இரட்சகர் நாம் இழந்த தேவ சாயலை மறுபடியும் தரிப்பித்திருக்கிறார். அதனாலேயே நாம் இழந்த ஆளுமை, புத்தி, ஞானத்தை திரும்ப பெற்று நீதிமொழிகள் 14:1 கூறியிருப்பது போல புத்தியுள்ள ஸ்திரீ என்றும், நீதிமொழிகள் 19:14 கூறியிருப்பது போல புத்தியுள்ள மனைவி என்றும் அழைக்கப்படுகிறோம். புத்தியுடன் நாம் ஆத்ம மணவாளனை எதிர்கொள்வோம். மத்தேயு 25 புத்தியுள்ள 5 கன்னிகைகளை குறித்தும் புத்தி இல்லாத 5 கன்னிகைகளை குறித்தும் வாசிக்கிறோம்.
அனைவரும் மணவாளனை எதிர்நோக்கி காத்திருந்த கன்னிகைகளாயிருந்தும் புத்தியுள்ளவர்களே மணவாளனோடு பிரவேசித்தார்கள். தேவனுடைய ஆளுகைக்கும் புத்திக்கும் ஞானத்துக்கும் நம்மை ஒப்பு கொடுக்கும்போது அவருடைய சாயலை தரித்து கொண்ட புத்தியுள்ள ஸ்திரீகளாக நாம் மாற முடியும். ஏதேன் தோட்டத்தில் ஆளுமை, ஞானம், புத்தி ஆகிய யாவற்றாலும் நிறைந்திருந்த ஏவாள் புத்தியை தெளிவிப்பதற்காக எடுத்த சுய முடிவின் மூலம் பாவத்திற்கு இடம் கொடுத்தது போல நாமும் கிறிஸ்துவுக்குள் அல்லாத காரியங்கள் மூலமாய் ஞானம், புத்தி அடைய சாத்தான் காட்டும் யுக்திகளுக்கு செவி சாய்க்காமல் இருந்து புத்தியுள்ள ஸ்திரீயாக, புத்தியுள்ள மனைவியாக வாழ தேவன் உதவி செய்வாராக. Switch Off, written by Marilyn Rachel Matthew. On October 4th, 2021, the world came to a halt for few hours. No, there was no power outage, not on a worldwide scale at least. There wasn't an earthquake either, but around 2.1 million people took to the internet to complain. How long should we wait? They all asked. It was a day when Facebook, Instagram, and WhatsApp experienced worldwide outages for several hours. Clearly, the impact was intense. The outage of around 6 hours caused a loss of $160 million. Many other businesses who depended on these platforms for transactions also incurred huge losses. Employees of these companies were confused as they were unable to enter on-campus buildings because their security badges would not work. But the mess went far beyond all that. Many were left frustrated, staring emptily at the buffering icon for hours. Most of them were irritated as they could not share or absorb instant updates. There was no peace of mind. There was chaos, at least deep within. A friend of mine even uninstalled WhatsApp in her impatience, not realizing that it was a global outage and not her phone's problem. All of that to say one thing: this world is moving too fast. We have been caught up in a rat race. Not that we are stuck and unable to run. We are stuck in a race loop and we are unable to pause. From the non-stop traffic to dashing through daily routines and never-ending task lists, the race never seems to end or pause for a break. Of course, the pandemic-induced lockdowns seem to temporarily slow down time itself, but the world online sped along uninterrupted. A stem in that flow, all for a few hours, left the whole world perplexed. Switch off and recharge. Switch off literally means to stop the operation of something by means of a tap, switch, or a button. As for believers, switching off from the world would mean connecting with the one who is most dearest to us, our Creator, Lord, and Savior. Wherefore, seeing we also are compassed about with so great a cloud of witnesses, let us lay aside every weight and the sin which doth so easily beset us, and let us run with patience the race that is set before us. Hebrews chapter 12 verse 1. We are also in a race. But even in car races, drivers have to pull over for pit stops to change tires and take a breather. Just like that, once in a while, we need to have pit stops too, to switch off all the distractions. The Jews unplug from the world on Sabbath. It is imperative that we also unplug to introspect and recharge ourselves. For I know the thoughts that I think towards you, says the Lord, thoughts of peace and not of evil, to give you a future and a hope. Then you will call upon me and go and pray to me, and I will listen to you. And you will seek me and find me when you search for me with all your heart. Jeremiah chapter 29 verses 11 to 13. Switch off and request. Let us ask God for His mercy each day as we sail towards our final destination.
Let us place our faith and hope on the one and only lifeboat that can save us from the unpredictable tides and currents that can hit our lives anytime. When we see people in different circumstances, we can understand how fragile life is. Anything can happen at any time. Unpredictability is the essence of life. It's still surprising how we think that we are self-sufficient and wise. 1 Corinthians chapter 3 verse 18 says, "Do not deceive yourselves. If any of you think you are wise by the standards of this age, you should become fools, so that you may become wise." God is the only one who is wise. If we think that we are more than what we are deceived. An accident, an illness, even the tiniest microorganism can alter life's balance in a moment. We will have nothing to hold on to. Riches, fame, possessions, heritage, none of these matters then. Switch off and reconnect. We are living in a crowded, restless, and noisy world. Many of us are just grabbing a bite for ourselves as we keep on running. In a way, these lockdown days gave us time to be together and enjoy the company of family. But are we still sitting alone yet aloof? Are we actually enjoying technology or talking to each other? We need to switch off technology and connect with those around. Luke chapter 9 verse 14. "For there were about 5,000 men, and he said to his disciples, 'Make them sit down by 50s in a company.'" When we think about that miracle, the emphasis is surely given on the feeding of 5,000. But let's not miss the fellowship they enjoyed that day. They were sitting in groups, enjoying the food that Jesus had provided. They were enjoying the loving company. And so, let us strive to enjoy the precious time with people that God has placed in our lives. Our God loves fellowship. Philippians chapter 2 verses 1 and 2 says, "Therefore, if there is any consolation in Christ, if any comfort of love, if any fellowship of the Spirit, if any affection and mercy, fulfill my joy by being like-minded, having the same love, being of one accord, of one mind." Switch off and recollect. What do we recollect? The songwriter clearly explains, "Count your blessings, name them one by one." Multitasking is possible, but not all the time. Either scroll or count your blessings. Scrolling affects the way we count our blessings. When we fix our gaze on others and their abundance, the value of our blessings seems diminished in comparison. But God expects us to focus on our blessings and praise Him for everything. Let us not be like the Israelites, always complaining and ignorant of the bountiful blessings of Canaan. Do all things without complaining and disputing, that you may become blameless and harmless children of God, without fault in the midst of a crooked and perverse generation, among whom you shine as lights in the world. Philippians chapter 2 verses 14 and 15. 1 Thessalonians chapter 5 verse 18 says, "In everything give thanks, for this is the will of God in Christ Jesus concerning you." Be content and give thanks. Yes, contentment is satisfaction. But for a believer, it just does not stop at being happy and satisfied. Rather, we are to be content in knowing God's plan in our life and believing that God's peace is greater than the world's problems. So let us switch off our gadgets and sit in His presence with thankful hearts. Switch off and revive. We have all heard real-life stories about people who came to faith, suffered a lot for it, and stepped out with even stronger conviction. In contrast, most of us are fortunate enough to take pride in our rich Christian heritage.
But that is not worth boasting about. Our Lord doesn't expect us to be second-hand believers anyway. A personal relationship with Jesus Christ is what matters. The Israelites who first entered the promised land with Joshua saw the mighty acts of God and believed. They were first-hand believers. Judges chapter 2 verse 7. But only 3 verses later, the author records a sad reality. Judges chapter 2 verse 10 says, "When all that generation had been gathered to their fathers, another generation arose after them who did not know the Lord, nor the work which he had done for Israel." Second or third generation Christians may seem to have a wonderful legacy, but there is no such thing as a second-hand Christian. Switch off to be revived. Stop relying on the comfortable Christian tag bestowed by your grandparents and persevere in your personal relationship with your Savior. It is time for personal spiritual revival. As a writer rightly puts it, if your faith is not personalized, it is not faith. The need of the hour is the revival of the youth. Youngsters are in slumber, enjoying the comfort readily provided. Mark chapter 16 verse 15 says, "And he said unto them, Go ye unto all the world and preach the gospel to every creature." Dear ones, we are running out of time. It is our time to wake up, draw closer to our Lord, and share the love of Christ to others.